ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ ബാക്കിൽ കാണാം ഐറൺ ഹോളിഡേയ്സ്. ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂവും അതേപോലെ തന്നെ ഇതിൻ്റെ മുതലാളിമാർക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാനുണ്ട്. മുതലാളി അവിടെ ഉണ്ട്, അതേപോലെ തന്നെ വണ്ടിയിൽ വർക്ക് ചെയ്യണ ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കുറേ കാര്യങ്ങൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. അതായത് മലപ്പുറത്ത് തന്നെ ഞാൻ പറയുന്നില്ല, അത് അവർ പറയും. അപ്പം ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, ഒടുക്കത്തെ ലുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. BMR ബോഡി ഭയങ്കര അടിപൊളി ലുക്കാണ് കേട്ടോ. ഈ വണ്ടിയിൽ ഒരു പ്രത്യേക ലുക്കുണ്ട്. കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ റെഡും അതേപോലെ വൈറ്റും അതേപോലെ ബ്ലാക്കും ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലുക്കാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണാനായിട്ട്. അപ്പം ഇതാണ് കേട്ടോ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾ. അതേപോലെ തന്നെ അത് മിനർവ്, നമുക്ക് നമ്മുടെ കൂടെ എല്ലാ ബസ്സിലും ഷൂട്ട് ചെയ്യാറുണ്ട് അവിടെ ആളാണ്. പിന്നെ ഇത് രണ്ടാണ് കേട്ടോ മുതലാളിമാർ ഒരു അഹങ്കാരം ഇല്ലാത്ത രണ്ടാൾക്കാരാണ് കേട്ടോ. വണ്ടിയുടെ എന്തൊക്കെ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആളാണ് മുതലാളി. അല്ല, അതിനൊരു മെയിൻ ഞാനാണ്, അതിന്റെ മറ്റൊരു മെയിനാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ തന്നെ നമ്മളെ വണ്ടിന്റെ മൂപ്പര് പറഞ്ഞു തരില്ലേ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണാണ്. അപ്പൊ ബസ്സിന്റെ ഓൾ ഇൻ ഓൾ ആണെന്നാണ് പറയണത് അല്ലേ. അപ്പൊ മൂപ്പര് പറഞ്ഞു തരും കേട്ടോ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ ഫ്രണ്ടിൽ എന്തൊക്കെ വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഫ്രണ്ടിൽ ഇപ്പൊ നമ്മള് ഈ ഒരു അപ്ഡേഷന് അല്ല, അതിന് മുമ്പ് വേറൊരു കാര്യം പറയാണ്ട്. അതായത് മലപ്പുറത്ത് നിങ്ങൾ പറഞ്ഞോളി ഈ വണ്ടിയിലാ പറഞ്ഞോളി, ഈ വണ്ടിയിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ ഈ വണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറഞ്ഞാല് മലപ്പുറത്ത് നല്ല കേരളക്കരയിൽ തന്നെ ഫസ്റ്റ് ZBMR എന്നുള്ള കൺസെപ്റ്റ്, മലപ്പുറത്തും അല്ലല്ലേ കേരളത്തിൽ ZBMR എന്നുള്ള കൺസെപ്റ്റ് നിലവില് വണ്ടിയാണിത്. ഫസ്റ്റ് ആയിട്ട് വന്നത് അത് കുട്ടിപ്പാറയെന്നാണ് പണിയെടുത്തത്. കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് വന്ന വണ്ടി. അപ്പൊ നിങ്ങൾ കണ്ടോളിട്ടാ. അപ്പൊ ഫ്രണ്ടിൽ ഏതൊക്കെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു അപ്ഡേഷന്റെ നമ്മള് ക്രാഷ് കാർഡ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാണാം ക്രാഷ് കാർഡ്, പിന്നെ 2 പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2 സൈഡില് നിയോൺ സ്ട്രിറ്റ് ലൈറ്റുകളും, പിന്നെ അതുപോലെ തന്നെ നിയോൺ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ലാബിന്റെ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് കാര്യങ്ങളൊക്കെ കളർ ഏതാ? നമ്മള് സാധാ വൈറ്റും മഞ്ഞും കൂടിയാണ് ചെയ്ത്. നിയോൺ ചെയ്തിരുന്നു. റെഡ് കളറല്ലേ, പിങ്ക് കളർ. അപ്പോൾ നിയോണും കാര്യങ്ങളൊക്കെ പിങ്ക് കളറിലാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിലവിൽ ടോപ്പിലേക്ക് ഇപ്പോൾ നിലവിൽ 4 ഉള്ളത്. അതിന് 8 എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ടോപ്പിലേക്ക് കാര്യങ്ങളൊക്കെ. മൊബൈൽ വെച്ചാണ്ട് 8 കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇനി നമ്മൾ അടുത്ത അത് ചെയ്യാൻ പോവാണ്. അടിപൊളി. അപ്പൊ ഇനി അടുത്ത മാസം കഴിഞ്ഞ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം. അതെ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടിപൊളി കേട്ടോ. അപ്പം ആ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും. കാരണം നമുക്കറിയാം ലൈറ്റ് നമ്മൾ കുറേ വണ്ടിയിൽ കണ്ടിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഫോണിൽ കൺട്രോൾ ചെയ്യണത് ബ്ലൂടൂത്ത് വഴിയാണ് കൺട്രോൾ ചെയ്യുക. അപ്പം ആ ഒരു സിസ്റ്റം നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ട് പോകാം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് ആ നെയിമും കാര്യങ്ങളൊക്കെ ആ ഒരു റെഡും അതേപോലെ തന്നെ വൈറ്റും കളറിൽ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ യെല്ലോ ഹോളിഡേയ്സിൻ്റെ ആ ഭാഗത്ത് യെല്ലോ കളറിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ലൈറ്റിൽ നമുക്ക് സെൻറ്ററിൽ 4 ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ നമ്മളെ കൊമ്പിൽ നമുക്ക് ബാക്കിൽ മിറർ, മറ്റേ 2 മിറർ നമ്മൾ കാറിലൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരു മിററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊക്കെ ആ റിബണും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നല്ല മാരക ലുക്കായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന്. പിന്നെ എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു നല്ല അടിപൊളി ഫോണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. മാലാക എന്നാണ് കേട്ടോ എഡിഷൻ നെയിം. ഇത് ലിറ്റിൽ പ്രിൻസസ് എന്ന് അതിൻ്റെ ആ ഒരു താഴത്ത് ചെറിയൊരു കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് ഒരു ഒടുക്കത്തെ ലുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയാണല്ലേ ഒരു തലയെടുപ്പുള്ള ബോഡി. ശരിക്കും ഒരു ആനച്ചന്തെന്ന് പറയാം ഈ ഒരു ബോഡി. നിലവിൽ BMRന്റെ പ്രത്യേകത വണ്ടി മോഡൽ അറിയിക്കാത്തൊരു ബോഡി സിസ്റ്റമാണ്. അന്ന് പ്രകാശില് തലയെടുപ്പുള്ള ബോഡി BMR. അതിൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഓവർ അട്രാക്ഷൻ ആയിട്ട് നമുക്ക് തോന്നുകയാണ് നൈറ്റ് ആയിരിക്കും. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലൈറ്റ് വർക്കുകൾ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ഫ്രണ്ട് ലൈറ്റ് മുതൽ പമ്പർ, കൊമ്പ്, നല്ല ടോപ്പ്, അതേമാതിരി കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാബിന്റെ ഉള്ളിൽ ലൈറ്റ് ആണ്, ഫുള്ള് ലൈറ്റ് വർക്കുകൾ മാത്രം. അതിലൂടെ ഫുള്ള് ലൈറ്റ് കൺട്രോളിംഗ് ആണ്. ഇങ്ങനെ പായണ ലൈറ്റ്, മൾട്ടി ലൈറ്റ്, റേഡിയേറ്ററിന്റെ അകത്തിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 5 എണ്ണം ഫ്രണ്ടിലും ബാക്കി സൈഡിലായിട്ടും. അവിടെയൊക്കെ ഏതാ കളർ? റെഡ് കളർ. ഫുള്ള് റെഡും ഒരു വൈറ്റും തീമിലല്ലേ കംപ്ലീറ്റ് ചെയ്തത്. വണ്ടിയുടെ കളറിനനുസരിച്ചുള്ള ഒരു മാച്ചിങ് തന്നെയാണ് ഞങ്ങൾ ബാക്കിയുള്ളത് ഉപയോഗിക്കുന്നത്. കളറിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു ബ്ലൂ കളറിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൂ, അതേപോലെ ബ്ലാക്ക്, പിന്നെ റെഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. പക്ഷേ
എല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ വിചാരിക്കും ബോറാന്ന്. പക്ഷേ ആ ബോറല്ല, ഇത് നല്ല എടുപ്പാണ് കാണിക്കുന്നത്. എല്ലാ കളറും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിലവിലെ നമ്മുടെ വണ്ടിയുടെ ക്ലീനറിൽ ഒരാളാണ്. പക്ഷെ ക്ലീനർ ഡ്രൈവർ അങ്ങനെയൊന്നും ഇല്ലല്ലേ ഇവര്, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ഇതാണ് മുതലാളി, കണ്ടാ പറയോ? മുതലാളിക്ക് ആ ഒരു അഹങ്കാരം ഒന്നും ഇല്ല കേട്ടോ. അതന്നെയാണ് നമ്മളെ വിജയം. മുതലാളി കട്ടക്ക് കൂടെ ഉണ്ടാവില്ലേ വിജയം. ഇതാണ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കാം, സൈഡിൽ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ കാര്യമായിട്ട് ചെയ്തത് ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ബ്രൗൺ, അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഗോൾഡൻ ഫിനിഷിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്ലൂവിലാണ് പേരും കാര്യങ്ങളൊക്കെ, ഐറി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്, ട്രാവൽ മേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ റെഡ്, അതേപോലെ വൈറ്റ്, പിന്നെ എല്ലാ കളറോടും ഒരു കോമ്പിനേഷനാണ് ചെയ്തത്. പക്ഷേ നമുക്ക് സൈഡ് പ്രൊഫൈൽ കാണുന്ന ടൈമിൽ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് അത് ചെയ്തത്. ഗ്രേൻ്റെ ആ ഒരു കളറും ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എയർ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു കോട്ട് കൊടുത്തത് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫൈൽ. ഇവിടെ മുകളിൽ നമുക്ക് നോർമലായിട്ട് എല്ലാ വണ്ടിയിലും കൊടുക്കുന്ന പോലെ തന്നെ ചെറിയൊരു കോട്ടും അതേപോലെ കുറേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പബ്ജിയുടെ ഒരു സ്റ്റിക്കർ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എന്തായാലും ഈ ഒരു സ്റ്റിക്കർ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വണ്ടിയുടെ ജസ്റ്റ് ബാക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഉൾവശം, അതാണ് മെയിനായിട്ട്. ഇപ്പോഴും പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ബാക്കിലെ പ്രൊഫൈലും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സ് ഇവിടെ ചെറുതായിട്ട് ചെയ്തത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഐറിൻ ഹോളിഡേയ്സ് ആണ് കേട്ടോ വണ്ടിയുടെ പേര്. അപ്പം ഇതാണ് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈല്. വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ടുള്ള വലിയ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത വർക്ക് എന്തായാലും അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട്, അവിടെയാണല്ലോ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കയറിയിട്ട് കാണാം. അപ്പം നമുക്ക് ഈ ഒരു ഡോറിൽ, ഈ ഒരു സൈഡ് ഡോറിൽ നമുക്ക് ഇവിടെ ഒരു കോട്ട് കാണാനായിട്ട് പറ്റും, മച്ചാനെ നമ്മ സീനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ റോക്കിംഗ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എയർ ഡോറാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് ഉള്ളിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആയിട്ട് വേറൊരു കാര്യം കാണിക്കാനുള്ളത്, വീൽ കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് വീൽ കപ്പ് ചെയ്തത്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ട് റെഡും അതേപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷനിലാണ് വീൽ കപ്പ് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ വീൽ കപ്പ്. നല്ല ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോൾസ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്കറിയാം ഇപ്പോൾ പുതിയ ട്രെൻഡാണ് ബോൾസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബോൾസ്, പില്ലോ പോലത്തെ ഒരു സാധനം അവിടെ വെക്കും കേട്ടോ. അപ്പം അതൊക്കെ നല്ല രസമുണ്ടാവും. നമ്മൾ വിട്ടുനിന്ന് കാണുന്ന ടൈമിൽ അത് എടുത്ത് കാണിക്കും. ആ ബോൾസൊക്കെ കണ്ടോ, നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറാം. ഗൈസ്, നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാബിനിൽ കയറിയിട്ട് എന്തൊക്കെയാണ് കേബിനിൽ ഇവിടെ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കേബിനിലുള്ള വർക്ക് നിങ്ങൾ പറഞ്ഞു വിളിക്കും. ക്യാബിനിൽ ഇപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡെക്കറേഷൻസ് തന്നെ. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, ഇവിടെ ഡ്രീം ക്യാച്ചറൊക്കെ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചർ അല്ലേ, അങ്ങനെയുള്ള ഇത് എവിടെ നിന്ന് വാങ്ങി? അത് കണ്ണൂരിൽ അല്ലേ, കണ്ണൂരിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ തൂവൽ ടൈപ്പാണ് അധികം കാണല്. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാവക്കുട്ടികളൊക്കെ തൂക്കിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ വലിയൊരു മാലയും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെറിയ ഒരു നെയിമും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു മാല കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കറിയാം ദൈവങ്ങളുടെ പടങ്ങൾ. ഇനി വേറെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള നിലവിലിപ്പോൾ നമ്മളെ സെറ്റിങ്സ് അങ്ങനെ ബോർഡ് അടിച്ചിട്ടും നമ്മൾ ചെയ്തില്ല. നിലവിലിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്ത തരം സെറ്റിങ്സ് ആണ് ഇപ്പൊ ഇതിലുള്ളത്. ജി ടീംസ് പറഞ്ഞ ഒരു ടീമിന്റെ സെറ്റിങ്സ് ആണ്. ചാലക്കുടിയുള്ള അധികം ഫേമസ് ആവാത്തൊരു സെറ്റിങ്സ് രീതിയാണ്. പക്ഷെ അവരുടെ സെറ്റിങ്സ് അധികം വണ്ടിയിൽ കാണാൻ പറ്റൂല, അധികം വണ്ടിയിൽ നല്ല ആകെ ഈ ഒരു വണ്ടിയിലെ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ ഇപ്പൊ നിലവിൽ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇതിന് പൈനീറിന്റെ സ്റ്റീരിയോ വേണ്ട, മിക്സർ ബോർഡ് വേണ്ട, പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു വർക്കുകളും ഇതിന് വേണ്ട. എല്ലാം ഈ വരുന്നുണ്ട്. ഈ രണ്ട് യൂണിറ്റ് മേലാണ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് വരുന്നത്.
ഈ 2 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 2 യൂണിറ്റ് മാത്രം, എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്യാം, എക്സ്ട്രാ വർക്ക് വേറെ ഒന്നും വേണ്ട. ഈ 2 സാധനത്തിലാണ് മിക്സർ കരോക്കന്റെ എല്ലാ കാറ്റഗറിയും ഈ ഒരൊറ്റ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് സൗണ്ട് സിസ്റ്റം. ചാലക്കുടി. അപ്പൊ ലൈറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ, ലൈറ്റ് സിസ്റ്റം നിലവിൽ ഇപ്പൊ ഇതില് 2 ബില്ലറ്റ് ലൈസറും ഒരു ഫോർഹെഡ് ലൈസറാണ് ഉള്ളത്. അതും ഇവിടെ ഉള്ളിൽ കയറുമ്പോ എന്തായാലും കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരുപാട് അപ്ഡേഷൻസ് വരാനുണ്ട് വണ്ടിയിൽ. ഇനി പിക്സലും കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ? പിക്സൽ വർക്കൊക്കെ നമുക്ക് ഇൻഷാല്ലാ ഭാവിയിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പൊ ഒരുപാട് ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ലൈറ്റുകൾ നമ്മൾ വരുത്തിച്ചിന്. ഇനിയിപ്പോ ഒന്നുകൂടി സീസൺ ടൈം ആകുമ്പോൾ നമ്മള് ഒരു സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് നിലവിൽ ഇനിയിപ്പോ നമ്മള് ഒരു കോളേജ് ലെവല് ട്രിപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്നുകൂടി ഒന്ന് അപ്ഡേഷൻ ചെയ്യണ്ട്. അപ്പൊ അതിൽ നമ്മള് എല്ലാ ലൈറ്റുകളും ഇൻക്ലൂഡ് ചെയ്ത് കയറ്റുന്നതാണ്. അപ്പൊ ഇത് അവിടെയല്ലേ ലൈറ്റിന്റെ സെറ്റിംഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെ? അവിടെയൊക്കെ ഒക്കെ നോർമൽ ടൈപ്പ് ആണ്. അതൊക്കെ ഇനി മാറ്റാൻ പോവുകയാണ്. നമ്മള് ബോർഡുമേക്ക് ചെയ്യും. അത് ഇവിടെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ലേസർ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഫാനൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്യാബിൻ. ഇതാണ് നമ്മുടെ സ്വർഗം അല്ലേ? ഇതാണ് നമ്മുടെ സ്വർഗം. പിന്നെ ഇവിടെ ഒരാൾക്ക് കിടക്കാനും ഉള്ള ആ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്മോക്കിന്റെ അല്ലേ? സ്മോക്കിന്റെ ആണ്. ഈ പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ലൈലാൻഡിന്റെ സ്റ്റിയറിംഗ് വീൽ വികാരം. അപ്പോൾ ഒരേ ഒരു രാജാവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്കോട്ട് കാണാനായിട്ട്. പിന്നെ അതെന്തോ സാധനം? ഇത് നമ്മള് മറ്റേ വെയിലടിക്കാണ്ടിരിക്കാൻ മുതലാളി വരില്ല കേട്ടോ. മുതലാളിക്ക് ക്യാമറ ഷൈ. അപ്പൊ നമുക്ക് ജസ്റ്റ് മൂപ്പര് തന്നെ പറഞ്ഞുതരും നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാ ചെയ്തതെന്നുള്ള മൂപ്പരോട് ചോദിക്കാം. കണ്ടോ, നിർബന്ധിച്ചിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് മൂപ്പരോട് ചോദിച്ചിട്ട് ഉള്ളിൽ എന്തൊക്കെയാ വർക്ക് ചെയ്തതെന്നുള്ളത് നോക്കാട്ടോ. പിന്നെ 2 പില്ലറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പില്ലറ്റ് ഇതാ അവിടെ, പിന്നെ മറ്റേ പില്ലറ്റ് ഇവിടെ, പിന്നെ ബാക്കിൽ ലേസറും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ 2400 വാട്ടിൻ്റെ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അതായത് ഫ്രണ്ടിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് വരാം അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ളിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നോക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ടി വിന്ന് തുടങ്ങാം അല്ലേ? നിങ്ങൾ പറഞ്ഞു TV 42 ഇഞ്ചിൻ്റെ ഒരു TV ആണ്. ഇതിൽ എയർ ഡെസ്ക് കണക്ട് ചെയ്താണ് നമ്മുടെ ടിവിന്റെ സിസ്റ്റം വരുന്നത്. അതായത് യൂട്യൂബിലുള്ള സിനിമാസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് കണക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. ടി വി കണക്ട് ചെയ്ത് എയർ ഡെസ്ക് മുഖേന നമ്മള് കണക്ട് ചെയ്താൽ ടിവിയിലൊക്കെ കാണാൻ പറ്റും. യാത്രക്കിടയിൽ എന്തെങ്കിലും ലൈവ് ഫുട്ബോൾ കളികൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പാർട്ടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോളി. നിലവിലിപ്പോൾ ബർത്തിൽ ഇതാക്കണ ഈ ഒരു ത്രികോണ ലൈറ്റും അതുപോലെ തന്നെ അടിയിൽ സ്ട്രിപ്പ് തോണി ലൈറ്റും ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ അപ്ഡേഷനിൽ കുറേ ലൈറ്റ് വരാണ്ട് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കാണ്ട്. വണ്ടീന്റെ ബ്രേക്ക് കിട്ടിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ടെസ്റ്റ് അപ്പൊ പിന്നെ ഊരി വെക്കണല്ലോ, സ്വാഭാവികമായിട്ടും പിന്നീട് കൊടുക്കുന്നതാണ്. അപ്പൊ ലൈറ്റ് വർക്ക് ഇതാണ് ഇപ്പം മേജർ ആയിട്ടുള്ളത്. പിന്നെ ആ ഒരു ബാക്കിലുള്ള ഇതും LED വർക്കും കാര്യങ്ങളൊക്കെ, പിന്നെ പില്ലറ്റും, പിന്നെ സ്പീക്കർ എല്ലാ സീറ്റിലും ഫാൻ സിസ്റ്റം സംവിധാനം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം ബസ്സിൽ കാണാൻ പറ്റൂല, കാരണം എല്ലാ സീറ്റിലും ഓരോ ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. AC ഉണ്ടോ വണ്ടി? നോൺ AC ആണ്, പക്ഷെ ഫാൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് സൗണ്ട് സിസ്റ്റം ഇതിപ്പോ 6ാം വർക്കിംഗ് വണ്ടിയാണ്. പിന്നെ എത്ര സ്പീക്കറും കാര്യങ്ങളൊക്കെ? 8 സ്പീക്കർ ബർത്തിലുണ്ട്, 2 ഫുൾ റേഞ്ച് ഫ്ലോറിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോക്കറും ഒരു ഫോർഹെഡും പിന്നെ 2 ബില്ലറ്റ് ലൈസറും പിന്നെ 2400 ഒരു ചെറിയൊരു ഇത് കിക്കർ ടൈപ്പ് സബും അതുപോലെ തന്നെ 1300 JBLന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കാണിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ അവിടെ കൊടുത്തത്. അത് നമ്മൾ ലാസ്റ്റ് ഇട്ട് കാണിക്കും. പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് ഇട്ട് കാണിക്കും. പിന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആക്കിയാ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഓൺ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആക്കിയിട്ട് കാണിക്കും കേട്ടോ. ഇപ്പം കംപ്ലീറ്റ് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ LED കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പില്ലറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ യഥാർത്ഥ ബസ്സിലെ വൈബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബസ്സിൻ്റെ വേറെ ഒരാളാണ് അല്ലേ? പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈബ് ഒന്ന് നോക്കാം കേട്ടോ. ഐ മീൻ പാട്ടിട്ട് നോക്കാം.
നമ്മളിനി സ്മോക്ക് ഇടാനായിട്ട് പോവാണ് കേട്ടോ. സ്മോക്ക് എവിടെയാ? ഓക്കെ, അപ്പോൾ സെൻട്രലായിട്ടാണ് കേട്ടോ സ്മോക്കും ഏകദേശം വന്നിരിക്കുന്നത്. അപ്പം സാധാരണ ബസ്സിൽ ബാക്കിലും ഒക്കെ സ്മോക്ക് കാണാൻ പറ്റും. പക്ഷെ ബാക്കിൽ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു സ്മോക്കിൻ്റെ അനുഭവം കിട്ടില്ല. സെൻട്രലാകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ സ്മോക്ക് ഉണ്ടായിരിക്കും. സ്മോക്ക് ഇപ്പോൾ വരും കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം ഈ ഒരു വണ്ടിയിലെ സ്റ്റോറി മുതലാളി ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി, ഈ വണ്ടിയുടെ സ്റ്റോറി ഇതാ മൂപ്പര് പറയൂ കേട്ടോ. അപ്പം ഈ ഒരു എല്ലാത്തിനും മൂപ്പര് തന്നെയാ അല്ലേ? ഈ ഒരു ഓണർ ഇപ്പം നമ്മളെ തലേക്ക് ഇട്ട് ഓണറാന്ന് മാത്രമേ നമുക്കുള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരാണ്. എന്താ പറയുന്നത് അതേ നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ വണ്ടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താ? എടുക്കാനുണ്ടായ ഒരു സാഹചര്യം പറഞ്ഞാല് ശരിക്കും നമ്മള് ബസ് കൊണ്ടുള്ള ഒരു ഭ്രാന്തിന് മൂത്തെടുത്തതാണ്. അതെ, ഫാഷൻ മാത്രമേ ഉള്ളൂ. അതെ, അതിൽ ബിസിനസ് ആയിട്ടൊന്നും കാണുന്നില്ല. ബിസിനസ് ആയിട്ടൊന്നും കാണുന്നില്ല. അതിനകത്ത് ഓടിയിട്ട് ഇതിലിപ്പോ ലാഭം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് ഒരു അട്രാക്ഷൻ അത്രേ ഉള്ളൂ. ലാഭത്തിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കാം. അപ്പം ഈ ഒരു വണ്ടി എടുത്ത സ്റ്റോറി ഉണ്ട് നിങ്ങൾ പറഞ്ഞു. അപ്പം അതൊന്ന് ജസ്റ്റ് എടുത്ത സ്റ്റോറി മറ്റേ ശരിക്കും ഈ വണ്ടിയുടെ മെയിൻ ഓണർ ഷിയാബ് അറിയും. ഇത് സംസുഖാന്റെ അനിയനാണ്. ആളിപ്പോൾ ഇവിടെ ഇല്ല. ആളിപ്പോൾ വേറെ പുറത്ത് മീനിൻ്റെ എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എടുക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞാൽ ഒരു പൊന്നാനി യാത്രയിൽ സംഭവിച്ചതാണ്. പൊന്നാനി പുത്തമ്പള്ളിയിലേക്കൊരു സിയാറത്ത് പോയതാണ് നമ്മളെ സംസുഖിയും പിന്നെ ഷിയാബാക്കിയും. അവിടുന്ന് പോകുന്ന വഴിക്ക് ഇവനെ കണ്ടു, ഒന്നും നോക്കില്ല. കണ്ട് ഇഷ്ടപ്പെട്ടു. മാർക്കറ്റിൽ പോയിട്ട് അയല വാങ്ങണ അരി അങ്ങനെ പോയി എടുത്ത് മറ്റേ പടത്തിലൊക്കെ പറയണ പോലെ റെഡി ക്യാഷ് കൊടുത്ത് ഇറക്കി വിട്ടതാണ്. പിന്നെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ZBMR എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. എടുത്തതിന് ശേഷമാണ് ഇത് കയറ്റിയത്. എടുത്തതിന് ശേഷമാണ് ഈ വണ്ടി ZBMR എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം കേരളത്തിൽ സാധാ BMR തന്നെയാണ്. പിന്നെ നമ്മൾ ZBMR എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അപ്ഡേഷന് അഡോപ്റ്റ് ചെയ്തത്. അത് ആദ്യമായിട്ട് കേരളത്തിൽ നിങ്ങളാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് നമ്മളാണ്. ഇത് മഞ്ചേരിയുള്ള കുട്ടിപ്പാറ മലപ്പുറത്തെ വണ്ടിയാണ്. നമ്മള് പറയേണ്ട ആവശ്യമില്ല. മലപ്പുറത്തെ വണ്ടിപരാന്തന്മാരെ ഏരിയയുടെ മലപ്പുറത്ത്. അതെ, ഞാനൊരു മലപ്പുറക്കാരൻ കേട്ടോ. അതെ, അങ്ങനെയാണ് ഈ വണ്ടി നമ്മള് നിലവിൽ കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഉണ്ടായ മലപ്പുറം കൊണ്ടോട്ടിയാണ് വണ്ടി. അപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്പർ നേരത്തെ കാണിച്ച ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഏത് വർക്കും എടുക്കും അല്ലേ? നിലവിലിപ്പോ നമ്മളെ സ്ഥിരം ഡ്രൈവർമാര് അജേഷ് അറിയും, അതുപോലെ തന്നെ ഗോകുൽ, ഒരു രണ്ടുപേരിപ്പോ സ്ഥലത്തില്ല. ഒരു രണ്ടുപേരും വേറെ ചില്ലറ വണ്ടിയിലുള്ള സാരഥികളാണ്. മെയിനായിട്ട് അവർ രണ്ടാളാണ് പോവാറുള്ളത്. പിന്നെ വാഹിദ് ഉണ്ട്. അവനൊക്കെ ഇപ്പൊ നമ്മളെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണം. സ്വന്തം നാട്ടില് ചെറു പരിപാടിയായിട്ട് അവിടെ നാട്ടിൽ കൂടാണ് അവന്. സംഭവം ഓലൊക്കെയാണ് നമ്മള് വിജയം. അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോ പ്രാരാബ്ദവും കാര്യങ്ങളായിട്ട് ഓരോ ഭാഗത്തേക്ക് ചേരുന്നു. നമ്മള് പിന്നെ നമ്മളെ ചങ്കുകളാണ്. ഡ്രൈവറായാലും ക്ലീനർമാരായാലും പാക്കേജർമാരൊക്കെ നമ്മള് ചങ്കുകളാണ്. ആ ചങ്കുമാര് ഓലെന്താ പറയണത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇന്ന് സാധനം വണ്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. അല്ലാതെ അതിന് പൈസ കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ ആലോചിക്കൂല. അവരെന്താ അതാണ് എനിക്ക് പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത മാസം അപ്ഡേഷന് പോകും. അപ്ഡേഷന് പുറമെ തന്നെ ഇനിയിപ്പോ ഒരു 34 സീറ്റ് ഇപ്പൊ നമ്മള്
എടുക്കുന്നുണ്ട്. പുതിയൊരു സാധ്യതയായിട്ട് നമ്മളെ ഐറിൻ ഹോൾഡേഴ്സിൽ തന്നെ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെയാണ്, അതായത് ഒറ്റയടിക്ക് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന വണ്ടിയാണ്. വേറെ ലാഭം ഇതൊന്നും അതിൽ നോക്കില്ല, ഒന്നുമില്ല. വില പറഞ്ഞു. അത് വണ്ടി ഭ്രാന്തമാരൊരു ഗുണമാണ് കേട്ടോ. അതെ അല്ലേ, ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോഹവില കൊടുത്ത് വാങ്ങും. അതേപോലെ വാങ്ങിയതാണിത്. അതെ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വണ്ടീനെ കുറിച്ച് നമ്മുടെ മുതലാളിക്കും പിന്നെ വണ്ടിയുള്ള ആളുകൾക്കൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, വണ്ടി മാരക ലുക്കാണ്. ആ റിബണും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ മാരക ലുക്കായിട്ടുണ്ട്. നമ്മുടെ ഐറിൻ ചെക്കൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതിന് മുമ്പായിട്ട് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ.